ചിതലുകളെ വളർത്തി മരം തിന്നാൻ കൊടുത്തിട്ട് വെറൈറ്റി ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന നമ്മുടെ സുഹൃത്ത് സുബീഷിനെ നമ്മൾ നിങ്ങളുമായിട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ. പക്ഷെ അത് പൂർണ്ണമായിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ മേക്കിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സുബീഷ് എന്തൊക്കെ ഇതാണ് ഇവിടെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നാച്ചുറലായിട്ട് ഇതൊക്കെ ചെതല്, ഇതല്ലേ സംഭവം നമ്മളെ ചെതലുകൾക്ക് തിന്നാൻ കൊടുത്തുള്ള ഡിസൈന് ഇതാ ഇതുപോലുള്ള സംഭവങ്ങളാണ് കിട്ടുക. ഇതിന്റെ മുകളിലൊക്കെ നമ്മൾ അപ്പോക്സി ഒഴിച്ചിട്ട് ക്ലിയർ ചെയ്യാനുണ്ടല്ലേ. ഓക്കെ, ഇനി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണേണ്ട മറ്റു കുറച്ച് സംഭവങ്ങളുണ്ട്. ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇവിടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ചെതലുകൾ നന്നായിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി തടിയാണിത്, മരം ഈർന്ന് കൊണ്ടുവന്നുള്ളതാണ്. ഇവിടെ ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ ചെതലുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ചെതലുകൾ കണ്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ കണ്ടില്ലേ, ഇതുപോലുള്ള നല്ല അടിപൊളി ഡിസൈനിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാപ്പുകൾ വരും. പിന്നെ അതൊക്കെ അപ്പോക്സി ഇട്ട് ചെയ്യലാണ് പരിപാടി. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അതുപോലെ ചെതലുകളുണ്ട്. കാരണം ചെതലുകളുടെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സുബീഷേ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്, ചെതലുകളെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയിലേക്ക്? നമ്മൾ കൈകൊണ്ട് കുറെ ചെയ്യുന്ന സമയത്ത് ഫീല് വല്ലാണ്ട് ഉഷാറായിട്ട് കിട്ടില്ല. അതായത് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ട് കിട്ടേണ്ട സംഭവമൊക്കെ നമ്മൾ കൈകൊണ്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അത്രത്തോളം ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തത് ഒരു പ്രാവശ്യം കണ്ടപ്പോഴാണ് നമുക്ക് ശ്രദ്ധിച്ചത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത്. അപ്പൊ പിന്നെ കുറച്ച് നോർമലി ഇടാൻ തുടങ്ങി. അപ്പൊ അത് ചെറിയ രീതിയിൽ ചെതല് പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ജസ്റ്റ് ചെതല് വരേണ്ട പോർഷനിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെതല് പിടിക്കുന്നുണ്ട്. നമ്മളൊക്കെ മരം ഈർന്ന് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതല് വരാതിരിക്കാൻ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ആ ശ്രദ്ധ ഇല്ല, തീരെ ശ്രദ്ധിക്കാറില്ല. ചെതല വേണ്ട, പക്ഷെ ഒരു പരിധി വരെ ചെതല് എടുക്കാറില്ല. ഈ പോർഷനൊക്കെ ഉണ്ട് ഇവിടെ, ഇതൊക്കെ ചെതല് വരില്ലാണ്. ഇവിടെ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അവിടെ കണ്ടോ, മൂലയിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല മരങ്ങളാണ്. പക്ഷെ നല്ല മരങ്ങളിൽ ചിലതില് ചെതല് കയറുന്നില്ലല്ലേ? കയറുന്നില്ല. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആയിട്ടുള്ള ഏരിയകളിലൊന്നും കയറുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നോർമലി ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ ഒന്ന് ഒരെണ്ണം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചിലർക്ക് വിശ്വാസമാവില്ല ചെതലുകൾ പണിയെടുക്കണമെന്ന്. ഇതിപ്പോ ഒരെണ്ണം സാൻഡറിങ് ചെയ്തതാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി മണ്ണ് സാൻഡറിങ് തുടങ്ങിയിട്ടുള്ളൂ. ഈ ഗ്യാപ്പുകൾ ഫുള്ളായിട്ട് ആ മരത്തിന്റെ ഏറ്റവും കംപ്ലൈന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് പൊടിഞ്ഞു പോരുന്ന സ്ഥലങ്ങൾ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉള്ളി വെച്ചിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അത് എടുത്തു കഴിയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിസൾട്ട് കിട്ടില്ല. അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്ത ഫീൽ തന്നെ വരും. അപ്പൊ ഇങ്ങനെ ചെതല് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതെല്ലാം നമ്മൾ മെഷീൻ വെച്ചിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും. ഇതിലുള്ള മണ്ണും കാര്യങ്ങളെല്ലാം കളയും. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗങ്ങളൊക്കെ അതേപോലെ കിട്ടിയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഭംഗി ഉണ്ടാവുന്നത്. ഇപ്പം ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് കണ്ടില്ല, ഇതൊക്കെ പോരുന്ന പീസുകളാണ്. അപ്പൊ ഇതൊക്കെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അപ്പോക്സി ഇടുക. മാക്സിമം ഭംഗിയുള്ള രീതിയിൽ വെക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തും. ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ പക്ഷെ ഇത് ഇങ്ങനെ ഇതിപ്പോ നമ്മൾ കൈകൊണ്ട് തൊട്ടാ പോരുന്നില്ലേ? ഒരു സംശയമുള്ള വെച്ചാൽ ഇതിപ്പോ നമ്മൾ വൃത്തിയാക്കി ഇത്രയും പോർഷൻ ഇവിടെ നിർത്തി ഭംഗിയുണ്ട്. പക്ഷെ ഇതിന് മേലെ അപ്പോക്സി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല, ഒരു കംപ്ലൈന്റ് വരില്ല, അടിച്ചാലും പൊട്ടി പോരില്ല. അങ്ങനെ പക്കായിട്ട് നിൽക്കില്ല. ഇതിപ്പോ ഒരു ടേബിളാണ്. ഇത് ഏകദേശം എത്ര സൈസ് വരുന്നത്? ടേബിളാണ് ഇത്. സൈസ് വരുന്നത് 6x3 ആണ് സൈസ്. 6x3 സൈസ്. 6x3 അല്ലേ? 6x3.5 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. അപ്പൊ അത് ചെയ്തുള്ള 6x4 ആണ്. ഓക്കെ, ഇതാണ് ഈ ടേബിളിന്റെ സൈസ് എത്ര വരുന്നത്? ഇത് 6x4 ആണ്. 6x4 വരുന്ന സൈസ് വരും. എന്നിട്ട് ഇതിന്റെ ഏരിയ 3.5 അല്ലേ? ഈ സെന്ററിൽ നമ്മൾ ക്ലിയർ അപ്പോക്സി അടിക്കും അല്ലേ? ഇതിപ്പോ ഓരോരുത്തർ ചോദിക്കണം, ഇപ്പൊ ഞങ്ങൾക്ക് പച്ച വേണം, മഞ്ഞ വേണം, ചുവപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മളെ ചെതലുകൾ എടുത്ത പണിയാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഈ സെക്ഷനൊക്കെ ഇവിടെ ഒക്കെ ഞാൻ അപ്പോക്സി കയറും. ഓക്കെ, ഇത് നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടൊന്നും തുരന്ന് കയറിയിട്ടൊന്നും ഡിസൈൻ ചെയ്യാൻ പറ്റുന്നല്ല. അവരാവുമ്പോ നാച്ചുറൽ ആയിട്ട് തന്നെ സംഭവം പണിയെടുക്കും. ഡ്രില്ലറൊക്കെ വെച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ്ലി പൊടിയും കാര്യങ്ങളും മണ്ണും എല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിലിപ്പോ കാര്യമായിട്ട് ഈ ഒരു ഡിസൈൻ പാച്ച് ഉള്ളത് ഈ ഒരു ഏരിയയിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലുണ്ട് അല്ലേ? സെന്റർ ഫുള്ളി ഫ്രീ ആയിട്ട് വെച്ചതാണ്. സുബീഷ് ബ്രോ, അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, ഇതിപ്പോ നമ്മളിപ്പോ വന്നപ്പോൾ ഇത് നിങ്ങൾ നമ്മളെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചല്ല. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്തൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യണമൊക്കെ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും.
നമ്മളൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അതിൽ ഇതിന്റെ പ്രോസസ്സിംഗ് എല്ലാം ഏകദേശം ഒരു 100-130 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എപ്പോക്സി ചെയ്യുന്നതും അതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ വുഡ് സാൻഡർ ചെയ്യുന്നത് മുതൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചാനലിന്റെ പേര് ബിഹൈൻഡ് ദ റെസിൻ ആണ് ചാനലിന്റെ പേര്. ബിഹൈൻഡ് ദ റെസിൻ അല്ലേ? ഫേസ്ബുക്കിലും എല്ലാറ്റിലും ഉണ്ടല്ലേ? ആ പേര് അടിച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്തിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അതിൽ 100 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്യാവശ്യം ഡീറ്റെയിൽ എല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായാലും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും കയറി കാണാൻ സപ്പോർട്ട് ചെയ്യാം. കമന്റ് വിളിക്കുകയും ചെയ്യാം. നമ്പറൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഇപ്പോൾ 2 സെക്ഷൻ കഴിഞ്ഞ് 3ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇതൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്തിക്കണം അല്ലേ? അതെ, സാൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഇതെല്ലാം കളയണേ. ഈ സാൻഡിങ് പാടുകൾ അതുപോലെ തന്നെ ഈ വരകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് സാൻഡ് വർക്കിലേക്ക് കാസ്റ്റിങ്ങിന് വരുന്നത്. ഫസ്റ്റ് സെക്ഷൻ വുഡിന്റെ സാൻഡിങ് ചെയ്തിട്ട് നോർമലി, പിന്നെ വുഡിന്റെ ആ കംപ്ലൈന്റും കാര്യങ്ങളെല്ലാം മണ്ണും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കളയും. അതിനുശേഷമാണ് അടുത്ത സെക്ഷനിലേക്ക് ഇനിയാണ് പോകുന്നത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വുഡ് നേരിട്ട് ഇങ്ങോട്ടാണ് മാറ്റി അല്ലേ? ഇങ്ങോട്ടാണ് വരുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇതാണ് വർക്കിംഗ് ടേബിൾ വരുന്നത്. വർക്കിംഗ് ടേബിളിൽ നമ്മൾ സ്റ്റിക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ ചെയ്തതിനു ശേഷമാണ് ഇതിൽ വുഡ് വെക്കും. വുഡിൽ വെച്ച് അതിന് ശേഷം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് അതിലാണ് എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നത്. ആ സൈഡൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താഴെ വർക്കിംഗ് ടേബിളിന്റെ സർഫസിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള സർഫസ് വെച്ചില്ല. ഇവിടെ വെച്ചിട്ടുള്ള അല്ലേ? ഇത് അടിപൊളി എല്ലാ സംഭവം. ഇതിൽ 3 പീസും കൂടെ സൈഡിലായിട്ട് വെക്കുന്നതാണ്. ഇത് ഏറ്റവും സെന്ററിൽ വരുന്നല്ലേ? പിന്നെ വരുന്ന ഈ ഒരു ഓക്കെ. ഇപ്പൊ 2 പുറത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ. ഇത് ഏകദേശം അതിന് മുമ്പ് തുടങ്ങിയ വർക്കാലത്. സൂപ്പർ ഫ്രണ്ട്സ്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിട്ട് കാണുന്നത്. ട്രാൻസ്പെറന്റ് അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ലോങ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അപ്പോക്സി ഗ്രീൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഈ ഗ്രീന് കാണുന്ന ഏരിയ മൊത്തം ഗ്ലാസ് പോലെ ട്രാൻസ്പെറന്റ് അടിയിക്ക് നമ്മുടെ ഡൈനിങ് ഹാളിലെ ഫ്ലോർ എന്താണോ അത് കറക്റ്റ് കാണാൻ പറ്റും. ആ രീതിയിലല്ലേ? ഇതിൽ ശരിക്കും നല്ല പാച്ച് ഉണ്ടല്ലോ. ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈൻ ഉണ്ട്. ശരിക്കും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കിട്ടി കഴിഞ്ഞാൽ സംഭവം. പിന്നെ ഓരോ ഡിഫറെന്റ്. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ഈ ഒരു മരത്തിന്റെ ബാലൻസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടിയിരുന്നു. നമുക്ക് ഇനിയിപ്പോ ചില സാഹചര്യത്തിൽ ഇതൊരു മരം ഇത് വേറെ മരം അങ്ങനെ വെക്കാറുണ്ടോ? അങ്ങനെ വെക്കാറില്ല പൊതുവെ. കാരണം ചെറിയൊരു കളർ വേരിയേഷൻ വരെ നമ്മൾ ടോപ്പ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു മരത്തിന് മീൻസ് ഒരു മരത്തിന്റെ പൊടിച്ച ആ പീസുകൾ മാത്രം വെച്ചിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ഓരോ ക്ലയന്റിനും ഓരോ ആവശ്യങ്ങളോ അതിനനുസരിച്ച് നമ്മൾ പരിഗണിച്ചിട്ടുള്ള സംഭവം ചെയ്ത് കൊടുക്കില്ല. കസ്റ്റമൈസ്ഡ് ആണ്, ഇത് വെക്കുന്നില്ല അവിടെ. ഒരാൾ ഒരു കസ്റ്റമർ പറയണം എനിക്ക് ഈ കളർ വേണം, ഇതാണ് മോഡൽ, ഇതാണ് വുഡ്, ഇത്ര ലെങ്ത്, വിഡ്ത്, ഇതൊക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ റൗണ്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഷേപ്പാണെങ്കിലും ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, സംഭവം ഇപ്പൊ തന്നെ കാണുമ്പോൾ തന്നെ ശരിക്കും സംഭവം പൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ അടുത്ത പ്രോസസ്സ് നമ്മൾ സൈഡിൽ എന്ത് ചെയ്യും? സൈഡിൽ ഒരു അക്രലിക്കിന്റെ ഷീറ്റ് വെച്ചിട്ട് ഒരു മോൾഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എപ്പോക്സി ഒഴിച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനല്ലേ? ഓക്കെ. ആ ഒഴിക്കണ സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഇവിടെ നിന്നല്ലേ ഒഴിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന്റെ അടിയിൽ ഇപ്പോൾ ഒരു ഇപ്പൊ ഇതിന്റെ മേലേക്ക് ഇപ്പൊ എത്ര തിക്നെസ് വരും? 2 mm 3 mm അപ്പോക്സി വരില്ലേ? അപ്പൊ ഇതിന്റെ അടിവശത്തും അതേപോലെ തന്നെ ഒരു 2 mm വരില്ലേ? ഫൈനൽ കോട്ട് ചെയ്യാനുണ്ട്. ചിലതിന് കൊടുക്കാറുണ്ട്, ചില വർക്കുകൾക്ക് കൊടുക്കാറില്ല. അടിയിൽ കൊടുക്കാറില്ല. ഓൾമോസ്റ്റ് ഇതിന് നമ്മൾ എപ്പോക്സി ഇവിടെ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ താഴെ ഒരു പരിധി വരെയുള്ള ഏരിയ എല്ലാം അവർ കവർ ചെയ്യല്ലേ? 2 mm കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അതോ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2 mm കൊടുക്കാം, വീണ്ടും കൊടുക്കാം. അങ്ങനെ ചെയ്യലല്ലേ? മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യില്ല അതിന്റെ ടോപ്പ് ഏരിയ അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ അപ്പോക്സി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സ് തുടങ്ങുക? അത് വരുന്ന നമ്മൾ ഇപ്പം ഞാൻ 2 mm 10 mm എപ്പോക്സിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 to 5 days അല്ലെങ്കിൽ 8 days ഒക്കെ നമുക്ക് പ്രോസസ്സിംഗ് ടൈം വേണം. ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരു മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റുക. അതിന് ശേഷമാണ് പിന്നെ ടോപ്പ് കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ടോപ്പ് കോട്ട് ചെയ്യുന്ന അവിടെ വെച്ചിട്ടായിരുന്നു. ചെറിയൊരു റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടോപ്പ് കോട്ട് ചെയ്യുന്നതിന്റെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്ത് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലേ?
എത്ര വർഷമായി ഇപ്പം നിങ്ങൾ ഈ ഫീൽഡിൽ? 5-6 വർഷത്തിന്. എപ്പോഴെങ്കിലും ഇതിനൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എല്ലാം വന്നിട്ടുണ്ടോ? അപ്പോൾ ഏതെങ്കിലും നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തുനിന്നോ അല്ലാതെ? ഇല്ല, സ്ക്രാച്ച് വരുന്നത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ക്രാച്ച് റെസിസ്റ്റന്റ്, പ്രോപ്പർ റെസിസ്റ്റന്റ് അല്ല. മീൻസ് നമുക്കൊരു സാധാരണ ഒരു ഗ്ലാസ് വെച്ചുള്ള ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വരുന്ന സെയിം ടൈപ്പ് സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, 100% ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ക്രാക്ക് ഇപ്പോൾ 1-2 പേർക്ക് ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലും പൊട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മെയിൻ ആയിട്ട് നോക്കേണ്ട സ്ക്രാച്ച് റെസിസ്റ്റന്റ് അല്ല, പ്രോപ്പർ മീൻസ് സാധാരണ ഗ്ലാസിനകത്ത് വരുന്ന സെയിം ടൈപ്പ് സ്ക്രാച്ചസ് ഒക്കെ ഇതിനകത്തും വരും. പക്ഷെ ഇതിനെ കുറച്ചും കൂടെ ഒരു ക്രിസ്റ്റൽ ക്ലിയറിൽ ഇത് കാണുന്നതുകൊണ്ട് വിഷ്വലി നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലാസിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ ഫീൽ ചെയ്യുന്നു മാത്രം. സെയിം തന്നെയാണ് സ്ക്രാച്ചസ് വരുന്നത്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം. ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ബ്ലേഡ്, കത്തി ഇതൊക്കെ വെച്ച് വരച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് വരും. അതല്ലാണ്ട് നോർമലി പാത്രങ്ങളെന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലൊന്നും കുഴപ്പം വരില്ല. അങ്ങനെ കുഴപ്പം വരില്ലേ? ഇനി അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ നിലവിലുള്ള ഒരു വർക്ക് സ്പേസിലല്ല ഇത് ചെയ്യണത്. ഇതിൻ്റെ കാലൊക്കെ എങ്ങനെ വരുന്നത്? കാല് വുഡിൽ ചെയ്യാറുണ്ട്, മെറ്റലിൽ ചെയ്യാറുണ്ട്. ഏതിലും കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നു. പറയുന്നതാണ് മെറ്റലിൽ ചെയ്യണം, ഈ ടൈപ്പ് ആയിരിക്കണം, പിന്നെ കളർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മെറ്റലിൽ ചെയ്തിട്ട് അത് പൗഡർ കോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി അതെല്ലാം വുഡിൽ തന്നെ ചെയ്യണമെങ്കിൽ വുഡിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് ഗ്യാപ്പുകൾ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. നമ്മൾ ഈ അപ്പോക്സി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരമാണല്ലത്, പിന്നീട് ഇത് കുത്തണ പ്രശ്നം വരും? ഇല്ല ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരും. കാരണം ചുറ്റും ഫുൾ കംപ്ലീറ്റ്ലി അപ്പോക്സി കോട്ടഡ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് മരം കുത്തുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈന്റ് വരുന്ന പ്രശ്നങ്ങളോ ഒക്കെ വളരെ വളരെ ചാൻസസ് കുറവാണ്. ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഇത്രയും പ്രൊഡക്റ്റുകൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ആരും പറഞ്ഞിട്ടില്ല. നമ്മളെ പുറത്ത് വെച്ചുള്ളതും അകത്ത് വെച്ചിട്ടുള്ളതും ഇതിനൊന്നും ഇതുവരെ ഒരു രീതിയിലും കംപ്ലൈന്റുകൾ അങ്ങനത്തെ അപ്പോക്സിറ്റ് ഏരിയയിൽ പ്രശ്നമില്ല. പക്ഷെ നേരെ മറിച്ച് വുഡിൽ പ്രശ്നമില്ല. ടോപ്ലി കോട്ടിങ് ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വുഡിനകത്ത് യാതൊരു പ്രശ്നമില്ല സംഭവിക്കുന്നത്. അല്ല, നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ ഇത്രയും ഏരിയ മാത്രം ചെയ്ത് ഇതിങ്ങനെ മാറ്റാക്കി ഇങ്ങനെ നിർത്തി അപ്പോക്സി അടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് കുത്തൽ വരില്ല. ഇല്ല, അതിന് കുത്തൽ വരില്ല. മരം ഡയറക്റ്റ് ആയിട്ട് ഇരിക്കും ചില സമയത്ത്. അങ്ങനത്തെ അല്ല, ഇത് ഓൾറെഡി നമ്മളൊരു കോട്ടിങ് ഇതിന്റെ മുകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അപ്പോക്സി വുഡ് തന്നെ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പിന്നെ കുത്തോ കംപ്ലൈന്റുകളോ ഒന്നും വരില്ല. മരം തന്നെ ഇപ്പോൾ വെള്ളം വലിച്ചെടുക്കുന്ന പോലെ ഇതിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വലിച്ചെടുക്കാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ? ചാൻസ് അല്ല, അതുള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കാരണം. ഓക്കെ, നല്ല രീതിയിൽ വുഡ് വലിച്ചെടുക്കും. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 50 kg കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 50 to 5 to 10 kg അടുത്ത് ഫുഡിന്റെ അടുത്ത് വലിച്ചെടുക്കുന്ന. നമ്മൾ ഈ ഗ്യാപ്പില് അപ്പോക്സി ഒഴിച്ചു കൊടുക്കുമ്പോ കുറച്ച് പെർസെന്റേജ് ഇവര് കുടിച്ച് തീർത്തിട്ട് സെറ്റ് ആവില്ലേ? അപ്പൊ മരം ഒന്നുകൂടി സ്ട്രോങ് ആവും. അല്ലാണ്ട് ഇപ്പൊ എപ്പോക്സി വുഡും തമ്മിലുള്ള ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഗമ്മ പോലെ ആക്ട് ചെയ്യുന്നല്ല. ഗമ്മ പോലെ ആക്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിപ്പോരും, ഫ്ലെക്സിബിൾ ആവും പ്രശ്നം. അപ്പൊ അതുകൊണ്ടല്ല, അത്രയും സ്ട്രോങ് ആയിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. മരം കുറച്ച് നല്ല ക്വാണ്ടിറ്റി വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ വർക്ക് പ്രോസസ്സിങ് കാര്യങ്ങൾ നടക്കാമല്ലോ. ഇത് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ദിവസം പിടിക്കും? ഇതുപോലെ വർക്ക് 15 ദിവസം, 15ാമത്തെ ദിവസം അല്ലെങ്കിൽ 16ാമത്തെ ദിവസം നമ്മൾ ഡെലിവറി ചെയ്യുള്ളൂ. ഓക്കെ, അതിപ്പോൾ അത്രയും ടൈം ഷെഡ്യൂൾ എടുക്കും, എന്നാലും നമുക്ക് നല്ല റിസൾട്ടും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തത് നമ്മുടെ സുബീഷ് ബ്രോ അടുത്ത് നിന്നുള്ള അപ്പോക്സി ഫർണിച്ചർ ഡിസൈൻ മേക്കിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സുബീഷ് ബ്രോ, ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഇടാറുണ്ട് പറഞ്ഞല്ല, ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ഒക്കെ നമുക്ക് നിങ്ങളുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിന്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുതൽ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഫൈനലായിട്ടുള്ള 16ാം ദിവസം എല്ലാം കൂടി സംഭവം സെറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഡീറ്റെയിലും കാര്യങ്ങളുണ്ടാവും. എങ്ങനെയായാലും നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ചിലപ്പം പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ചിലപ്പോൾ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. തീർച്ചയായിട്ടും. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.